മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആക്രമണമാണ് എമ്പുരാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? സംഘപരിവാറിന്റെ ഇച്ഛകൾക്ക് ചേരും വിധമല്ല ആ സിനിമയുടെ നിർമ്മിതി എന്ന ഒറ്റ കാരണം കൊണ്ട്. എമ്പുരാൻ സംവിധായകൻ പൃഥ്വിരാജ് നേരിടുന്ന അനവധി ആക്ഷേപങ്ങളിൽ ഒന്ന് അദ്ദേഹം രാജ്യവിരുദ്ധനാണെന്നാണ്. രാജ്യം ഭരിക്കുന്നവരെ രാജ്യം തന്നെയായി കണക്കാക്കുകയാണ് ചിലർ എന്ന് വിമർശിക്കുന്നു മറ്റു ചിലർ. ഭരണാധികാരത്തെയോ അതിനെ നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തെയോ വിമർശിച്ചാൽ രാജ്യദ്രോഹി എന്ന പേര് പതിച്ചു നൽകുകയാണെന്നും അവർ പറയുന്നു. നമ്മുടെ യുവകവി ദ്രുപദ് എഴുതിയിട്ടുണ്ട്, ഭയം ഒരു രാജ്യമായി മാറുമ്പോൾ നിശബ്ദത ആഭരണമാകുമെന്ന്. അത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവിശ്വസനീയമായ നിശബ്ദതയാണ് മലയാള സിനിമാ ലോകത്ത്. കൂട്ടത്തിൽ ചിലർ, വെറും ചിലരല്ല, നമ്മുടെ സിനിമയുടെ അംബാസഡർമാരായ അഭിമാനങ്ങൾ കൂട്ടാക്രമണത്തിന് വിധേയരാകുമ്പോൾ എന്താണ് അനവധി സംഘടനകളുടെ മലയാള സിനിമയിൽ നിന്ന് ആർജവമുള്ള ഒരു ശബ്ദമുയരാത്തത്? എന്തുകൊണ്ടാണ് ഉയരുന്നതെല്ലാം അഴകുഴമ്പൻ നിലപാടുകളാകുന്നത്? RDX പരിശോധിക്കുന്നു 59 സെക്കൻഡിൽ. സെൻസർ ബോർഡിൽ നിന്ന് പ്രദർശനാനുമതി കിട്ടിയിറങ്ങിയ ഒരു സിനിമ ആൾക്കൂട്ട ആക്രമണം ഭയന്ന് വീണ്ടും ഒരിക്കൽ കൂടി സ്വയം സെൻസർ ചെയ്യാൻ അതിൻ്റെ നിർമ്മാതാക്കൾ നിർബന്ധിതരാവുകയാണ്. നമ്മുടെ സിനിമയിൽ ഇതൊരു പക്ഷേ ആദ്യമാകും. സംവിധായകനെ ദേശവിരുദ്ധനെന്ന് വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അർബൻ നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, വിദേശ ബന്ധം പരിശോധിക്കണം എന്നാവശ്യപ്പെടുന്നു. രാഷ്ട്രീയ സിനിമകൾ മലയാളത്തിൽ അപൂർവമല്ല. വരവേൽപ്പ്, സന്ദേശം, ലാൽ സലാം, അറബിക്കഥ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ചീഫ് മിനിസ്റ്റർ ഗൗതമി, അങ്ങനെ എത്രയോ സിനിമകളിൽ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ അതിനിശ്ചിതമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വിധം ഭയം വന്നു പൊതിയുന്ന നിലയിൽ ഒരു സാഹചര്യം ആദ്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അംഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പരാതി പ്രശ്നപരിഹാരത്തിന് വേണ്ടി എല്ലാം നിലകൊള്ളുന്ന ഒരുപിടി സിനിമാ സംഘടനകൾ മലയാളം ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷേ ഒരൊറ്റ സംഘടന ഇതുവരെ പ്രശ്നത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് വേണ്ട വിധം പ്രതികരിച്ചിട്ടില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷെ നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട്. അതായത് ഈ മലയാള സിനിമയിലെ വലിയ രോഷാകുലരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ട് അവതരിപ്പിക്കുന്ന ചില ആളുകൾ പോലും ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല എന്നാണ് നമ്മുടെ മുമ്പുള്ള സാഹചര്യം. നമുക്ക് പെട്ടെന്ന് ഈ കാര്യങ്ങൾ പരിശോധിച്ച് പോകാം. അഴകുഴമ്പൻ പ്രതികരണം എന്ന് സാമൂഹ്യമായിട്ട് സാമാന്യമായിട്ട് പറയാൻ പറ്റുന്ന പ്രതികരണമാണ് എല്ലാ ഭാഗത്തും വന്നത്. സംഘപരിവാർ എന്നോ BJP എന്നോ പരാമർശിക്കാതെയാണ് ഫെഫ്ക അവരുടെ പ്രതികരണവുമായി വന്നത്. വിവാദവും സൈബർ ആക്രമണവും നിർഭാഗ്യകരമാണ് എന്ന വാക്ക് അവർ ഉപയോഗിച്ചു. വിമർശനം വ്യക്തനിക്ഷേപവും ഭീഷണിയും ചാപ്പകുത്തലും ആകരുത് എന്നാണ് ഫെഫ്ക അവരുടെ കുറിപ്പിൽ പറയുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും ഫെഫ്കയുടെ അഭ്യർത്ഥന അങ്ങനെയാണ്. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയുണ്ട്, കേരള ഫിലിം, KFPA, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. നിർമ്മാതാവാണ് സിനിമ റീ എഡിറ്റിന് നിർദ്ദേശിച്ചത് എന്ന സാഹചര്യം അവിടെയുണ്ട്. നിർമ്മാതാവിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നാണ് KFPA പറഞ്ഞത്. സംഘടന മറ്റ് പ്രതികരണങ്ങൾക്കില്ല എന്നുകൂടെ മൗനത്തിലേക്ക് ആ സംഘടന പിൻവലിഞ്ഞു. അമ്മ, ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന അമ്മ, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള 1994 രൂപം കൊണ്ട മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ. സംഘടനയുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ്. നേരത്തെ രാജിവെച്ചു, പക്ഷേ അദ്ദേഹമാണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. അംഗങ്ങളും മറ്റ് സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതടക്കമുള്ളതാണ് അവരുടെ പ്രവർത്തന രീതി. ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്നൊരു സംഘടനയുണ്ട്. തിയേറ്റർ ഉടമകളുടെ സംഘടനയാണ്. ദിലീപിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് അവിടെയുള്ളത്. സിനിമാ റിലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടലാണ് തങ്ങളുടെ ദൗത്യമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. വിവാദത്തിൽ ഇതുവരെ അവരും പ്രതികരിച്ചിട്ടില്ല. നിശബ്ദതയാണ് ആ ഭാഗത്തുനിന്നും വന്നത്. KFCC, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള സംഘടനയാണ്. ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരുന്നതാണ്. ചലച്ചിത്ര വ്യവസായത്തിനും സർക്കാരിനും ഇടയിലെ കണ്ണിയായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ആ സംഘടന അവരുടെ ഒരു ദൗത്യമായിട്ട് കണക്കാക്കുന്നത്. തർക്കപരിഹാരം, സർട്ടിഫിക്കേഷനും ക്ലിയറൻസുകളും വേഗത്തിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ഇടപെടും. വിവാദത്തിൽ അവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. KFCC, ഇതാണ് പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങൾ. ഇതിലേറെ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു സംഘടനകൾ മാത്രമല്ല ഹർഷൻ, വ്യക്തികൾ, അതായത് ഇസ്രയേൽ ഉക്രൈൻ പ്രശ്നങ്ങൾ, അങ്ങനെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ദേശീയ പ്രശ്നങ്ങൾ, കേരളത്തിലെ പ്രശ്നങ്ങൾ, എല്ലാത്തിലും സജീവമായിട്ട് ഇടപെടുന്ന നിരവധി മഹാരഥന്മാരായുള്ള കലാകാരന്മാരുള്ള ഒരു ഏർപ്പാടാണ് സിനിമ, മലയാള സിനിമാ ലോകം. പക്ഷേ ഇത്ര പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ട് അധികമാരും ഉണ്ട് കേട്ടോ. നമ്മൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല. തൽക്കാലം സിനിമയിൽ ഒതുങ്ങാം എന്നതുകൊണ്ടാണ്. എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്ന എത്ര പേരുണ്ട്. ഇത് ദിവസം എത്രയായി എന്നിട്ടും ഒരു അനക്കവും കാണുന്നില്ല. ഈ സിനിമയിൽ കൗതുകകരമായ ഒരു സംഗതിയുണ്ട്. അതായത് അതൃപ്തി തോന്നിയാൽ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾ വരും എന്നുള്ള ഒരു മെസ്സേജ് ഈ സിനിമയ്ക്കുള്ളിലുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം തന്നെയുണ്ട്. നിരന്തരം കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടപ്പാക്കി കൊടുക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥൻ. മറ്റ് കേന്ദ്ര ഏജൻസികളും വേണമെങ്കിൽ ഇടപെടും എന്ന പ്രതീതിയൊക്കെ ഈ സിനിമയിലുണ്ട്. മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ സിനിമയുടെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ കൂടുതൽ പോകുന്നില്ല, കാരണം ഇനിയിപ്പോൾ അത് സ്പോയിലർ ആവണ്ട. എന്തായാലും ഈ 200 കോടി എന്നതിലേക്കൊക്കെ സിനിമ എത്തിയെന്ന് മോഹൻലാൽ തന്നെ വിവരം പങ്കുവയ്ക്കുമ്പോൾ
ഏതാനും ദിവസമേ ആയിട്ടുള്ളൂ സിനിമയ്ക്ക് എന്നത് ഓർക്കണം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സിനിമയുടെ കഥയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്തായാലും ബുദ്ധിയുള്ളവരാണല്ലോ ഈ സിനിമാക്കാർ ബഹുഭൂരിപക്ഷവും. അവർ അത്യാവശ്യം എഴുത്തും വായനയും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സിനിമയൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഈ പറഞ്ഞ സഞ്ജീവ് ഭട്ട്, RB ശ്രീകുമാർ, രാഹുൽ ശർമ്മ, തീസ്ത സെറ്റിൽദാദ്, അല്ലെങ്കിൽ റാണ അയൂബ്, ആശിഷ് ഖേത്തൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ വരും. അവരെ ഇങ്ങനെ ഒറ്റയടിക്ക് കുഴപ്പത്തിലാക്കരുത് വല്ലാതെ വിമർശിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, അതായത് ഇപ്പം സാഹിത്യം കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ജീവിതം ഒരു മഹാത്ഭുതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അതെപ്പോഴും നിങ്ങൾക്കായി കാത്തുവെക്കുന്നു എന്ന് ബാലാനന്ദ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണയിൽ വളരെ പോപ്പുലറായിട്ടൊരു വരിയാണ്. അത് ജീവിതം അങ്ങോട്ട് മാറ്റി രാഷ്ട്രീയം എടുത്തു വെക്കുക. രാഷ്ട്രീയം ഒരു മഹാത്ഭുതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അതെപ്പോഴും നിങ്ങൾക്കായി കാത്തുവെക്കുന്നു എന്നായി മാറും. അത് ശരിക്കും രാഷ്ട്രീയം മഹാത്ഭുതമാണ്. അതായത് RSS സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ ക്യാമ്പിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിനിമ വരുമെന്ന്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ പടം, ഇത്ര ബ്രഹ്മാണ്ഡമായിട്ട് വന്നൊരു കൊമേഴ്ഷ്യൽ പടത്തിൽ തങ്ങൾക്കെതിരായിട്ട് ഏറ്റവും സെൻസിറ്റീവായിട്ടൊരു വിമർശനം ഉണ്ടാകുമെന്ന് RSS പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അവർ പാനിക്കായി. RSS ഓർഗനൈസറിൽ ബാക്ക് ടു ബാക്ക് ലേഖനം എഴുതേണ്ട കാര്യം എന്താണ്? അവർ പാനിക്കായി പോയി. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത അറ്റാക്ക് അവിടെ നിന്ന് വന്നു. പാനിക്കായിട്ടുള്ള RSSനെ കണ്ടിട്ട് ഇവർ പേടിച്ചു പോയി. നമ്മുടെ സിനിമാക്കാരാകെ ജോയ് മാത്യു ഓർമ്മയുണ്ടോ? പിണറായി വിജയനെ ഞടിക്കുന്ന ധീരനായിട്ടുള്ള മനുഷ്യനാണ് ജോയ് മാത്യു. ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രസ്താവന നമ്മളിപ്പോൾ കണ്ടു. പിന്നെ ഹരീഷ് പേരടി, എനിക്ക് ഏറ്റവും തമാശ തോന്നിയ പ്രതികരണം ഹരീഷ് പേരടിയിട്ടാണ്. ഹരീഷ് പേരടി എഴുതിയിരിക്കുകയാണ്, പിന്നെ ഞാനത് വേണമെങ്കിൽ വായിക്കാൻ കയ്യിലുണ്ട്. ഹരീഷ് പേരടി എഴുതിയിരിക്കുകയാണ്, സർവകക്ഷി യോഗം വിളിക്കണം. മുഖ്യമന്ത്രി ഇറങ്ങിയിട്ട് സർവകക്ഷി യോഗം വിളിക്കണം. ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? ഒരു സിനിമ വളരെ ഫാക്ച്വലായിട്ടുള്ളൊരു കാര്യം വെച്ചിട്ട് ഒരു വലിയ ബ്രഹ്മാണ്ഡമായുള്ള സംഭവമായതുകൊണ്ട് 12,000 ആളുകൾ കൊല്ലപ്പെട്ടൊരു സംഭവമാണല്ലോ, അതായതുകൊണ്ട് അവരുടെ ഈ ബ്രഹ്മാണ്ഡ സിനിമ എടുക്കാനുള്ള അറ്റ്മോസ്ഫിയറിനെ അവിടേക്ക് ഫിക്സ് ചെയ്ത് വെച്ചു. അതിനകത്തൊരു വ്യാജം അവർ പറഞ്ഞിട്ടില്ല. ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആള് ഈ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്, അല്ലേ? ശിക്ഷിക്കപ്പെട്ട ആളാണ്, ജീവനം തടവിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. അയാൾ തന്നെയും പറഞ്ഞ കാര്യം അന്തരീക്ഷത്തിലുള്ളതാണ്. അപ്പോൾ വ്യാജമായിട്ട് പൃഥ്വിരാജോ മുരളി ഗോപിയോ ഒന്നും ചെയ്തിട്ടില്ല. വസ്തുത പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം വന്നപ്പോഴേക്ക് ഇതിങ്ങനെ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന ബേജാറായിട്ട് RSS ചാടിയിറങ്ങിയാണ് കണ്ടത്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് RSS കഴിഞ്ഞ ദിവസം RSSൻ്റെ സംസ്ഥാനത്തെ ചില നേതാക്കൾ കോഴിക്കോട് മറ്റോ വാർത്താസമ്മേളനം വിളിച്ചു. അപ്പോൾ അവിടെ അവരോട് കൊടകര കുഴൽപ്പണ കേസിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും RSS പ്രതികരിക്കാറില്ല എന്ന് പറഞ്ഞു. ഇവിടെ BJPക്കാർ ഇറങ്ങുന്നതിന് മുമ്പേ, അതായത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് വിമർശനം ചെന്നെത്തുന്ന സാധനമാണല്ലോ ഈ ഗോദ്രയും ഗുജറാത്ത് കലാപവും ഒക്കെ. എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. ആ BJP ചാടി ഇറങ്ങുന്നതിന് മുന്നേ RSS ചാടി ഇറങ്ങി. നമ്മൾ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടോ? അതെ, RSS ഒരിക്കലും ഇങ്ങനെ ചാടി പെട്ടെന്ന് മുന്നിലേക്ക് വരുന്നത് നമ്മൾ കണ്ടില്ല. അവർ വളരെ സൈലൻ്റായിട്ട് പിന്നിലിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പാനിക്കായിരിക്കുകയാണ്. ആ പാനിക്കിൽ അവർ എന്താണ് ചെയ്യുക എന്ന് ഭയന്നിട്ട് നമ്മുടെ ധീരശൂര, എന്താണ് വിക്രമിൻ്റെ പടത്തിൻ്റെ പേര്, ശൂരന്മാരായിട്ടുള്ള നമ്മുടെ സിനിമാക്കാരൊക്കെ മൗനികളായിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കർഷകരെ അങ്ങനെയല്ലേ? അല്ല, അതിൽ ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ തന്നെ ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ, ചെറിയ കുറച്ച് സിനിമകൾ മാത്രം, നമുക്ക് അങ്കമാലി ഡയറീസിലാണ് നന്നായി നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പാനി ശരത്തിനെ. അപ്പാനി ശരത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു. അപ്പാനി ശരത്ത് അതിൽ പറയുന്നുണ്ട്, ഈ ബാലിയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് രാമൻ ജനിച്ചത് മുതൽ പറഞ്ഞു തുടങ്ങണോ എന്ന്. കൃത്യമാണ്. അതാണ് ഇതിനകത്ത്. അതായത് RSS അടക്കം ഉയർത്തിയ വിമർശനങ്ങളിൽ ഒന്ന് പ്രധാനമായും നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗോത്രയുടെ കാരണം മുതൽ പറഞ്ഞു തുടങ്ങണമായിരുന്നു എന്നതാണ് അവരുടെ ആവശ്യം. അല്ലെങ്കിൽ ഗോത്രയുടെ കാരണമായി വിവിധ കമ്മീഷനുകൾ വിവിധ കാര്യങ്ങളാണ് കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്ത് പറഞ്ഞു തുടങ്ങും എന്നുള്ള പ്രശ്നമുണ്ട്. ഈ സിനിമ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട് സ്വാഭാവികമായും. ഇനി ഇത് നമ്മൾ നരോദ പാർട്ടിയെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയേണ്ടതില്ല. അതിനപ്പുറത്ത് കൃത്യം നരോദ പാർട്ടി എന്ത് എന്ന് തന്നെയാണ് ഏതാണ്ട് പറഞ്ഞു വെക്കുന്നത്. വിവിധ കമ്മീഷനുകൾ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് അതെ, തീർച്ചയായും അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ കണ്ടെത്തിയ വിവരങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൂക്ഷ്മാംശവും ആദ്യന്തം പറഞ്ഞു വെക്കേണ്ടതില്ല ഒരു സിനിമയിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സിനിമ എന്ന മട്ടിൽ ഞാൻ ആ സിനിമ കണ്ടതാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ഇപ്പോൾ ലൂസിഫർ പോലെ ശക്തമായ ഒരു സ്ക്രിപ്റ്റ് അല്ല, പക്ഷേ അതിനേക്കാൾ ദുർബലമായ ഒരു സ്ക്രിപ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സ്ക്രിപ്റ്റിനെ എത്ര സുന്ദരമായാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഓരോ ഭാഗവും ഏറ്റവും സൂക്ഷ്മമായി പൂർണ്ണതയോടെ എടുക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമാണ്, ഈ പൃഥ്വിരാജിനെ എങ്ങനെ ആക്രമിച്ചാലും എങ്ങനെ വിലക്കിയാലും പൃഥ്വിരാജിനെ ഇപ്പോൾ ഇവിടുന്ന് നാട് കടത്തിയാൽ അമേരിക്കയിൽ പോയിട്ട്
എന്തായാലും പൃഥ്വിരാജ് ജീവിക്കും. കാരണം ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഏത് തരം സിനിമയും എടുക്കാൻ ഞാൻ പ്രാപ്തനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണിത്. കാരണം പല ടെറൈനിൽ നിന്ന് പല രീതിയിൽ ഈ സിനിമയിൽ അതായത് ഒരു സിനിമ കാണുന്ന പ്രതീതിയല്ല നമുക്കുണ്ടാവുക, പല സിനിമ കാണുന്ന പ്രതീതിയാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനൊന്നും നമുക്ക് അത്ര ഉറപ്പോടെ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ആ കിട്ടിയിരിക്കുന്ന സാധനം പൃഥ്വിരാജ് എടുത്തു വച്ചിരിക്കുന്നത് അത്ര ഗംഭീരമായി തന്നെയാണ്. ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഈ പ്രതികരണം ഞാൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് സിനിമയെ പറ്റി പറയാൻ പറ്റില്ല, നാളെ രാവിലെ കാണുകയുള്ളൂ. അതായത് ഈ പ്രതികരണത്തെ പറ്റിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. എനിക്ക് ഏറ്റവും മോശമായി തോന്നിയ പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ കേട്ടോ. അതിൽ തന്നെ VT ബൽറാമൊക്കെ ഒരു ഷൂ വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ പിന്നോട്ട് മാറും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് പിന്നാലെ ഷൂ വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ അപമാനിക്കാൻ. മോഹൻലാലിനോടും പൃഥ്വിരാജിനോടും അടക്കമുള്ള ആളുകളോട് ഈ സിനിമ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രത്തോളം ആദരവ് ഉണ്ടായിട്ടുണ്ടോ അത്ര തന്നെ ആദരവ് എനിക്കിപ്പോഴും നിൽക്കുന്നുണ്ട്, അവരിതൊക്കെ ചെയ്തതിന് ശേഷം പോലും. ഈ പൃഥ്വിരാജിൻ്റെ ധീരത എന്ന് പറയുന്നത് അസാധ്യമായതാണ്. ഞാൻ പറയുന്ന അയാളുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല, ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായിട്ട് മൂപ്പരെടുത്ത പക്ഷപാതത്തെക്കുറിച്ച് എന്നതിനേക്കാൾ കൂടുതൽ എടുത്ത പടം വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുക, വ്യാജം പറയാതിരിക്കുക. പിന്നീട് ഇങ്ങനെ വലിയ വിമർശനം വന്നപ്പോൾ അതിനെക്കുറിച്ച് അധികം ബഹളത്തിലൊന്നും പോകാതെ അയാളുടെ പണിയായിട്ട് പോവുക ചെയ്യുന്നത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. മോഹൻലാൽ എപ്പോഴും അങ്ങനെ ഒരു നിഷ്കളങ്കത കാണിക്കുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് RSSുമായിട്ട് ബന്ധമുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുത്വത്തിൽ RSS ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരല്പം പിന്നോട്ട് പോയി, അദ്ദേഹത്തെ അപമാനിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഗുജറാത്ത് കലാപത്തെ പറ്റി ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ സിനിമാക്കാർ കാണിക്കുന്നത്ര ധൈര്യം അവരെ നേതാക്കൾ കാണിച്ചു. ഇവരുടെ നേതാക്കളായിട്ട് നമ്മൾ അറിഞ്ഞ എത്ര ആളുകളാണ് അപ്പുറത്തേക്ക് ചാടിപ്പോയത്. ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ വിയോജിപ്പുണ്ട്. അല്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് എത്ര പേര് പോയി എന്ന് മാത്രമോ. എഹ്സാൻ ജാഫ്രി ഇതേ ഗുജറാത്ത് കലാപത്തിൽ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട എഹ്സാൻ ജാഫ്രിയെ കഴിഞ്ഞ ഓർമ്മ ദിനത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഓർമ്മിച്ചില്ലല്ലോ. അന്നത് വലിയ ചർച്ചയല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയിട്ട് പോസ്റ്റ് ഇട്ടു. ഇവരാരും ഈ പറയുന്ന VT ബൽറാമോ നമ്മുടെ അബിൻ വർക്കിയൊക്കെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട പോലെ എനിക്ക് തോന്നി. അങ്ങനെ അപമാനിക്കാൻ ഇവർക്ക് പറ്റുന്നത് ഇത്രക്ക് വലിയൊരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടായിരിക്കുമ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ കൂടെ വീഴ്ച കൊണ്ട് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായുള്ള ദുർബലാവസ്ഥയിൽ RSSും BJPയും പറയുന്ന രാഷ്ട്രീയത്തിന് കുറച്ച് മേൽക്കൈ കിട്ടിയതുകൊണ്ട് അവരിങ്ങനെ പേടിപ്പിച്ചു കളയുന്ന ഉള്ളതുകൊണ്ട് ഒരല്പം പിന്നോട്ട് വാങ്ങിയ ആളെ വന്ന് പരിഹസിക്കുകയാണ് ഇവരാണ് ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തെ നേരെയാക്കേണ്ട ആളുകൾ. ഇവർ കാണിക്കാത്ത ധൈര്യം ഇവരുടെ നേതാക്കൾ, ഇവരുടേതായിരുന്ന നേതാക്കൾ പലപ്പോഴായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ED എന്നൊക്കെ പറഞ്ഞ് ചാടിപ്പോയ 9-10 മുഖ്യമന്ത്രിമാരുടെ ദർശനം അത്രയും മുഖ്യമന്ത്രിമാരുള്ള കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഈ സിനിമാക്കാരെ അവരുടെ പരിപാടി രാഷ്ട്രീയമല്ല, അവരവരുടെ സിനിമ ഉണ്ടാക്കുക, അത് ആളുകളെ കാണിക്കുക, പൈസ വാങ്ങുക, അതാണ് അവരുടെ പരിപാടി. ആ പരിപാടി ചെയ്യുന്ന ആളുകളെ ഇവർ കളിയാക്കുകയാണ്. അല്ല, അതിനകത്ത് എനിക്കൊരു അതായത് പൂർണ്ണമായ വിയോജിപ്പല്ല. ഇപ്പോൾ ഞാൻ വീക്ഷണം പത്രത്തിൻ്റെ തലക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലേലു അല്ലു അങ്ങനെ ഒരു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു സമീപനം ആ കാര്യത്തിൽ അവർ സ്വീകരിച്ചു എന്നുള്ള തോന്നൽ തന്നെയാണ് എനിക്കും. മാത്രമല്ല അങ്ങേയറ്റം അപമാനിക്കാൻ തയ്യാറായി രംഗത്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ നോക്കിയാൽ നമ്മൾ ലൂസിഫർ മുതൽ എടുത്ത് നോക്കിക്കോളൂ, എവിടെയാണ് ഈ സിനിമ നിൽക്കുന്നത്, നമ്മൾ ആരെയൊക്കെയാണ് നമ്മൾ ഈ സിനിമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരെയെല്ലാമാണ്. ഇപ്പോൾ എമ്പുരാൻ്റെ കാര്യം വരുമ്പോൾ അതിൽ ഗോത്ര കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നുണ്ട്, നരോദ പാട്ടിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ മറ്റു ചിലത് ഇപ്പുറത്തു കൂടിയുണ്ട് സനിഷ. അതായത് കോൺഗ്രസ് പാർട്ടിയെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത് കോൺഗ്രസ് പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിൽ തന്നെയാണ് ലൂസിഫർ മുതൽ ഇങ്ങോട്ട് വരുന്നത്. അതെങ്ങനെയാണ് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് കൃത്യമായി അവതരിപ്പിക്കുകയും ഈ കോൺഗ്രസിലെ തന്നെ ഏറ്റവും ഉന്നതമായ കുടുംബം എന്ന നിലയ്ക്ക് സംശയിക്കാവുന്ന തരത്തിൽ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യന്തം. അല്ല, ഞാൻ പറയട്ടെ, അവരൊരു കുഴപ്പമുണ്ടാക്കിയില്ല. കോൺഗ്രസ്സുകാർ ഒരു കുഴപ്പമുണ്ടാക്കിയില്ല, ക്ഷമയോടെ അത് കണ്ടു. ലൂസിഫർ കണ്ടില്ലേ? ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ കേന്ദ്രം തന്നെ വരട്ടെ എന്ന് ഒരു കഥാപാത്രം പറയുന്നുണ്ട്. ആദ്യന്തം നമ്മൾ വെളുത്ത ടീഷർട്ട് ഇട്ട് നടക്കുന്ന നല്ല ബൈസെപ്സ് ഉള്ള ഒരു നടനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മളിൽ ഈ ഓരോരുത്തരെ കുറിച്ചുമുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ക്യാരക്ടറിനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ നിശബ്ദമായിരുന്നു കോൺഗ്രസ്സുകാർ. പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ ഈ ഖേദപ്രകടനം മോഹൻലാൽ നടത്തി എന്നുള്ളത് അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പാർട്ടിക്കെതിരെ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ലെല്ലോ എന്നുള്ളതാണ് ഇതിന്റെ ലളിതമായ സംഗതി. അതിലൊരു കാര്യം കൂടെ ഉണ്ട്. ടി സിദ്ദിഖ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കാം. അതായത് CPM-നെ രൂക്ഷമായി വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. CPM-നെ മൊത്തത്തിൽ ഒരു തിരുവാതിര പാർട്ടിയായാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ CPM എന്ന് നമുക്ക് തോന്നിക്കുന്ന പാർട്ടി. അപ്പോൾ ഈ കോൺഗ്രസിനെയും CPM-നെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടി മുറിച്ചു മാറ്റിയാൽ ഇത് സിനിമ ഒരു റീൽസിനെ ഉള്ളതുണ്ടാവൂ എന്നുള്ള പ്രതികരണങ്ങളിൽ ഇപ്പോൾ അല്പം മുമ്പ് KC വേണുഗോപാൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അതല്ലാതെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുടെ വന്നതിൽ എനിക്ക് സെൻസിബിളായിട്ട് തോന്നിയത് ടി സിദ്ദിഖിൻ്റെ മാത്രമാണ്. മറ്റൊരു വെറുതെ നമുക്കിത് അവസാനിപ്പിക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. സോഫ്റ്റ് ടാർഗറ്റുകൾക്കെതിരെ ഉഗ്രരൂപികളാകുന്ന സിനിമാ സംഘടനകൾ സംഘപരിവാറിന്റെ ആക്രമണത്തെക്കുറിച്ച് മൗനികളാവുകയാണ്. ആകെ പ്രതികരിച്ച ഫെഫ്കി ആകട്ടെ സംഘപരിവാർ എന്ന വാക്ക് പ്രസ്താവനയിൽ എവിടെയും വരാതിരിക്കാനുള്ള അതിജാഗ്രത കാട്ടി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ
എന്ന പ്രസ്താവനയിലെ വാക്കിലൂടെ എമ്പുരാൻ വിരുദ്ധാക്രമണത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ ഫെഫ്ക ചോർത്തിക്കളഞ്ഞു. മോഹൻലാൽ തന്നെ താൽക്കാലിക പ്രസിഡന്റായ അമ്മ അറിഞ്ഞ മട്ടേയില്ല. സിനിമാ രംഗത്തെ പ്രതികരണ സിംഹങ്ങൾ എലിമാളങ്ങളിൽ ഉറക്കത്തിലാണ്. അതായത് അധികാര വിശ്വരൂപികൾ പടനയിച്ചെത്തുമ്പോൾ സിനിമാ സംഘടനകൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്, കീഴടങ്ങുകയാണ്. അടുത്ത ഭാഗത്തേക്ക്